ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും അറിയാതെ സംഭവിക്കുന്ന, അതായത് ഭർത്താവിനെ പ്രകോപിപ്പിക്കുന്ന 3 പ്രധാനപ്പെട്ട അപ്രോച്ചാണ്. അതായത് ഒന്നാമത്തേത് കമാൻഡിങ് ടൈപ്പ്, രണ്ടാമത്തേത് ഡിമാൻഡിങ് ടൈപ്പ്, മറ്റൊന്ന് സോറി ടോക്ക്. ഈ 3 സ്റ്റൈലും സാധാരണ മെയിൽ സൈക്കോളജി അനുസരിച്ച് ഭർത്താക്കന്മാരെ പ്രകോപിപ്പിക്കുന്ന, ദേഷ്യം പിടിപ്പിക്കുന്ന സ്റ്റൈലുകളാണ്. കമാൻഡിങ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യൂ, നിങ്ങളിങ്ങനെ ചെയ്യൂ, ആ ഒരു തരത്തിലൊരു ആജ്ഞ കമാൻഡ് ചെയ്യുന്ന രീതിയിൽ, കൽപ്പിക്കുന്ന രീതിയിലുള്ള സംസാരത്തിനാണ് നമ്മൾ ഈ കമാൻഡിങ് ടൈപ്പ് എന്ന് പറയുന്നത്. നിങ്ങളത് ചെയ്യണം, നിങ്ങളിങ്ങനെ ചെയ്തേ പറ്റൂ എന്ന തരത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ നീ നിൻ്റെ പണി നോക്ക് എന്ന രീതിയിലുള്ള ഒരു മറുപടി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കമ്മ്യൂണിക്കേഷൻ സ്മൂത്ത് ആവുകയില്ല എന്ന് മാത്രമല്ല, അവിടെ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഈ കമാൻഡിങ് ടൈപ്പ് മറ്റൊരു വ്യക്തിയെ, പ്രത്യേകിച്ചും മെയിലിനോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഈഗോയിൽ കയറി ഇത് തട്ടുകയും ഈഗോയിസ്റ്റിക് ആയിട്ട് റിപ്ലൈ വരാൻ അത് കാരണമാവുകയും അത് ആ സമയത്ത് മാരിറ്റൽ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം ഡിമാൻഡിങ് ടൈപ്പാണ്. ഡിമാൻഡിങ് ടൈപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ നല്ല ഭർത്താവാണെങ്കിൽ ഇങ്ങനെ ചെയ്യും, നിങ്ങൾ സ്നേഹമുള്ള ആളാണെങ്കിൽ എന്നെ അവിടെ കൊണ്ടുപോകും, നിങ്ങൾ നല്ല മനുഷ്യനാണെങ്കിൽ കല്യാണത്തിന് നേരത്തെ പോകും, ഈ തരത്തിലുള്ള ഡിമാൻഡിങ് ടൈപ്പ്. ഇതിന് സാധാരണ ഭർത്താക്കന്മാരുടെ മറുപടി, ഞാൻ നല്ല ഭർത്താവല്ല, ഞാൻ നല്ല മനുഷ്യനല്ല. അത് വളരെ ഈസി ആയിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ പിന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. ഇത് ചില അമ്മമാർ കുഞ്ഞുങ്ങളെ സ്വഭാവം പഠിപ്പിക്കാനായിട്ടുണ്ട്. നല്ല മോനല്ലേ, കടയിൽ പോകുമോ? അല്ല, കടയിൽ പോവില്ല. വളരെ ഈസി ആയിട്ട് അവർ ടാക്കിൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സംസാരം ഭർത്താക്കന്മാരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാലും കാര്യം നേടുക എന്നുള്ള ലക്ഷ്യമുണ്ടെങ്കിൽ പോലും ഇത് നടന്നുകൊള്ളണം എന്നില്ല. ഇതാണ് ഡിമാൻഡിങ് ടൈപ്പ്. നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയായിരിക്കും. ഒരു ക്ലോസ് വെച്ചുകൊണ്ടുള്ള കണ്ടീഷണൽ ടോക്കാണ്. ഇറ്റ് നെവർ ഗോണ വർക്ക്. മൂന്നാമത്തെ ഒരു കാര്യം സോറി ടോക്ക്. സോറി ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ ഭാര്യയായതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത്, വേറെ വല്ലയിടത്തും ആണെങ്കിൽ ഞാൻ കയറി അങ്ങനെ ആയേനെ, ഇങ്ങനെ ആയേനെ. എന്നിട്ട് ചില ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവമേ എന്നെ അങ്ങ് എടുത്തേക്കണേ എന്ന് പറയും. പുള്ളിക്കാരൻ ബാക്കിൽ ഇരുന്നിട്ട് ദൈവമേ ആ പ്രാർത്ഥന അങ്ങ് സ്വീകരിച്ചേക്കണേ എന്നും കൂടെ പറയുന്നുണ്ടാവും മൗനമായിട്ട്. പുള്ളിക്കാരി പറയുന്നത് തമാശയായിട്ടാണെങ്കിൽ പോലും പുള്ളിക്കാരൻ ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ടാവും. അവൾ തമാശയായിട്ടാണ് ദൈവമേ പറയുന്നത്, നീ അങ്ങ് കാര്യമാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ 3 സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷനും അറിഞ്ഞോ അറിയാതെയോ ഒക്കെ തന്നെ ഇങ്ങനെ ചെയ്താൽ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് കാര്യം നേടാം, അല്ലെങ്കിൽ അദ്ദേഹം നല്ല രീതിയിൽ പെരുമാറും എന്ന പ്രതീക്ഷയിൽ ഭാര്യമാർ പലപ്പോഴും പറഞ്ഞ് അബദ്ധത്തിൽ ചാടുന്ന 3 കാര്യങ്ങളാണ്. എൻ്റെ അടുത്ത് പലപ്പോഴും ലേഡീസ് ചോദിക്കുന്ന ഒരു കാര്യം, സാറേ ചിലപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്നറിയില്ല പുള്ളിക്കാരൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ് ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്തത്. അപ്പോൾ നമ്മുടെ സംസാരത്തിൽ, പ്രത്യേകിച്ച് മൈ ഡിയർ സിസ്റ്റേഴ്സ്, നമ്മുടെ സംസാരത്തിൽ ഇങ്ങനെയുള്ള സ്റ്റൈൽ അപ്രോച്ച് വരുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഓരോന്നും പ്രത്യേകമായി എണ്ണി ഉദാഹരണ സഹിതം നാം സംസാരിച്ചത്. ഇത് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ 3 സ്റ്റൈൽ കൊണ്ട് ഭർത്താവിനെ പ്രകോപിപ്പിക്കുന്ന ഒരവസ്ഥ എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ മാരിറ്റൽ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ സ്വീറ്റ്, മധുരതരമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതൽ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡുകൾ വീണ്ടും കാണാം. ബി വിത്ത് us, വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്.